ഇന്നിപ്പോൾ ചെറിയ ദൈവത്തിന്റെ ഫോട്ടോയും കൂടെ കത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കോലം കത്തിച്ചിട്ടുണ്ട്. ഇത് വലുതെന്തോ വരാൻ പോകുന്നെന്നാ തോന്നുന്നത്. യോഗി ആദിത്യനാഥ് എന്ന് പറയേണ്ടി വരും. അതായത് നരേന്ദ്രമോദി വലിയ ദൈവം, കഴിഞ്ഞ രണ്ടാമത്തെ ദൈവമാണ് ഈ പറഞ്ഞ സംഘികൾക്ക് യോഗി. ഏതായാലും യോഗി എന്ന കുട്ടി ദൈവത്തിന്റെ ഫോട്ടോ ആണ് ഇന്നലെ യു പിക്കാർ കത്തിച്ച് കളഞ്ഞത്. വെറും കത്തിക്കലല്ല, നല്ല നല്ല എന്താ പറയുക കോലങ്ങൾ ഉണ്ടാക്കി അതിന്റെ മുകളിൽ യോഗിയുടെ ഫോട്ടോ ഒട്ടിച്ച് വെച്ച് കുട്ട കത്തിക്കലായിരുന്നു ഇന്നലെ യു പിയിലെ പല ഭാഗങ്ങളിലും. ഓർമ്മ കാലം മുതല് പൂജ വഴിപാടൊക്കെ നടത്തില്ല ഞാൻ, എന്നിട്ടും യു പിക്കാർക്ക് എന്ത് പറ്റി? എങ്കിൽ അതും യു പിയിലെ ഹിന്ദുക്കളാണ് കത്തിക്കുന്നത്. സവർണ ഹിന്ദുക്കളാണ് യു പിയിലെ ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണ്ടപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് വിഷമം തോന്നും. അതെ, അവൻ തന്നെയാണ്. ഇതേ സ്ഥാനത്ത് അവിടെ യു പിയിൽ, അതായത് യു പിയിലെ കുട്ടിദൈവത്തിനെ പറ്റി എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ പോലീസ് പൊക്കുന്ന നാടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് ന്യൂസ് കണ്ടിട്ടുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ. പക്ഷെ ആ പറഞ്ഞ ആളുകൾ ഒന്നുകിൽ മുസ്ലിമോ അല്ലെങ്കിൽ ദളിതനോ അല്ലെങ്കിൽ ക്രിസ്ത്യനോ ഒക്കെ ആവണം. അങ്ങനെയുള്ള ആളുകൾ ഈ പറഞ്ഞ ചെറിയ കുട്ടിദൈവത്തിനെ പോലെ സംസാരിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ പോലീസ് വന്ന് പൊക്കുകയും ചെയ്യും. അവന്റെ വീട് ബുൾഡോസർ വെച്ച് അടിച്ച് പൊളിച്ച് നിരത്തി കളയുകയും ചെയ്യും. കൂട്ടത്തിൽ ഓനെതിരെ രാജ്യദ്രോഹ കുറ്റം അങ്ങോട്ട് ചാർത്തി കൊടുക്കും. ഇതാണ് യു പിയിലെ പൊതുവെയുള്ള അവസ്ഥ. നല്ലവർക്ക് നല്ലതേ വരൂ, ദുഷ്ടന്മാർ ശിക്ഷിക്കപ്പെടും. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ കുട്ടി ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കുട്ടി ദൈവത്തിന്റെ ആൾക്കാർ തന്നെയാണ് കുട്ടി ദൈവത്തിനെ എതിർക്കുന്നത് എന്നുള്ളത് കൊണ്ട് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. പോലീസിന് വിടാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ദൈവം വല്ല ബങ്കറിലും കയറി ഒളിച്ചോ എന്നും കൂടെ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. ഇടിവെട്ടിവന്റെ തല പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. എന്താ ഇപ്പൊ ചെയ്യാ? ഉത്തർപ്രദേശിലെ വിവിധ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ, അതായത് കുട്ടി ദൈവത്തിന്റെ കോലം കത്തിക്കുകയും സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. ഇനി നിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ തോന്നിവാസം ഒന്നും ഇവിടെ നടപ്പില്ല. സർക്കാരിന്റെ ചില പുതിയ നയങ്ങളാണ് ഇതിനൊക്കെ പ്രശ്നം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് സർക്കാരിന്റെ പുതിയ നയങ്ങളിൽ ആദ്യമായിട്ട് ഈ UGC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് യു പിയിൽ ഈ UGC നയങ്ങൾ അല്ലെങ്കിൽ UGCയിലുള്ള മാറ്റങ്ങൾ ഇത്രയും പ്രശ്നമായിട്ട് വരുന്നത് എന്നുള്ളത് വളരെ സിമ്പിളാണ്. അവിടുത്തെ സവർണ ഹിന്ദുക്കൾക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. ദാസപ്പേട്ടൻ എന്നെ കാണാൻ വീട്ടിലേക്ക് വരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. വെറുതെ അങ്ങോട്ട് നടന്ന് ക്ഷീണിക്കണ്ടല്ലോ എന്ന് കരുതി ദാസപ്പേട്ടനെ കാണാൻ ഞാൻ ഓടി വന്നതാണ്. അതായത് ഈ അമെൻമെന്റ് പ്രകാരം ഈ നമ്മുടെ മെഡിക്കൽ കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളിലും മറ്റ് ക്യാമ്പസുകളിലും ഒക്കെ ഈ ജാതിപരമായിട്ടുള്ള വേർതിരിവ് പാടില്ല എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള, അതായത് ജാതി, ആളുടെ മതം, ആളുടെ ജെൻഡർ, ഇനി വേറെ തെളിവ് വേണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുള്ള വേർതിരിവ് പാടില്ല എന്നാണ് ഇതിന്റെ ഒരു ബേസ്. അപ്പം അങ്ങനെ നടക്കൂല, അങ്ങനെ ഞങ്ങൾ സമ്മതിക്കൂല. കാരണം ഞങ്ങൾക്ക് എങ്ങനെ സമ്മതിക്കും? ഞങ്ങൾ സവർണരല്ലേ, ഞങ്ങൾ കുലം മൂത്ത കൊല പുരുഷന്മാരും കൊല സ്ത്രീകളും ഒക്കെ അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് അത് നടക്കൂല, അത്തരം പരിപാടികൾ നടക്കൂല, ഇപ്പുള്ള പോലൊക്കെ തന്നെ പോണം എന്നാണ് ഇവര് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ ഹിന്ദുക്കളായിട്ടുള്ള കുലം മൂത്ത ഈ ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങിയത് കൊണ്ട് നമ്മുടെ കുട്ടി ദൈവത്തിന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയും. ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും, രണ്ടല്ല ഇനി ഇവിടെ കൂടുതൽ കിട്ടും. ബ്രദേഴ്സ് അറ്റ്മോസ്ഫിയർ ശരിയല്ല. നമ്മളൊന്ന് കൂടുതൽ ഇതിനെപ്പറ്റി ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പണ്ട് BJP എന്താ ചെയ്തത്? പണ്ടെന്നല്ല, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ. മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിൽ അടുപ്പിക്കുക, മുസ്ലിമിനും ക്രിസ്ത്യനും തമ്മിൽ അടുപ്പിക്കുക, ക്രിസ്ത്യനും ഹിന്ദുവിനും തമ്മിൽ അടുപ്പിക്കുക, എന്നിട്ട് നമ്മൾ അവിടുന്ന് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പോലെ വോട്ട് പിടിക്കുക. ഇതായിരുന്നു BJP ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അതിന്റെ നെക്സ്റ്റ് വേർഷനിലോട്ടാണ് അവർ കിടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് BJP പ്രവർത്തകർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒന്നും കളിയാക്കണ്ട കുട്ടാ, ഞങ്ങൾക്കും വരും ഒരു കാലം. ആ വന്ന കാല ഗോപാല ഇത്, പക്ഷെ കഷ്ടകാലായി പോയിന്ന് മാത്രം.